വസീഫ്, ഒരുപക്ഷെ ജയചന്ദ്രൻ സാറ് ചൂണ്ടിക്കാട്ടിയ പോലെ അന്ന് സീതാവൂത് എഴുതിയ ലേഖനമുണ്ട്, ആ കോട്ടക്കൽ കഷായം. ആ കോട്ടക്കൽ കഷായം 20 വർഷത്തിന് ശേഷം 30 വർഷത്തിന് ശേഷം എങ്ങനെയാണ് മധുരമുള്ള കഷായമായി ലീഗിനും കോൺഗ്രസിനും മാറുന്നതെന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തം. നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ ഈ UDF-ന്, കോൺഗ്രസ്സിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ യാതൊന്നും തന്നെ ഇല്ലാതെ, ഒരുപക്ഷെ നേരത്തെ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ 4 ആളിന് മുമ്പിൽ നിർത്താൻ കൊള്ളാൻ കഴിയാത്ത മതരാഷ്ട്രവാദികളെ ഏണിവെച്ച് കൈകൊടുത്ത് ആനയിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് പറയാനൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അത് ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മതരാഷ്ട്രവാദികളുടെ പിന്തുണ UDF-ൻ്റെ തലച്ചോറായി മതരാഷ്ട്രവാദികൾ മാറുന്നത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ എനിക്കൊന്ന് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിനിധി ഇവിടെ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്ക് ശേഷമായിരിക്കുമല്ലോ സംസാരിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹം അതിലൊരു ക്ലാരിറ്റി വരുത്തും. കാരണം KP ബാബു എന്ന് പറയുന്ന DCCയുടെ ഭാരവാഹി കഴിഞ്ഞ ദിവസം കൈരളിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്നോട്, ഞാനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അപ്പോൾ വളരെ ആധികാരികമായിട്ട് അദ്ദേഹം പറയുകയാണ്, സദസ്സിൽ നിന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, വെൽഫെയർ പാർട്ടിയുമായിട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ്സിന് ഒരു ധാരണയുമില്ല, അവരുമായി ഞങ്ങൾ സീറ്റ് പങ്കിടില്ല എന്ന് DCC പ്രസിഡൻറ്റിൻ്റെ സംസാരത്തെ, DCC പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഉറപ്പിച്ചും തറപ്പിച്ചും അങ്ങ് പറയുക. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അത് കള്ളമാണെന്നും ഇവർ ഈ നാടിനെ പറ്റിക്കുകയാണെന്നും ജനങ്ങളുടെ ചിന്താശേഷിയെ, ജനങ്ങളുടെ ഈ സാമാന്യ ചിന്തയെ ഇവർ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. നുണ പറയുന്നതിൽ നല്ല മിടുക്കാണ് നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഇദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു, കോഴിക്കോട് കോർപ്പറേഷനിൽ ചെറുവണ്ണൂരിൽ മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയാണ്. അവിടെ UDF-ന് മറ്റൊരു സ്ഥാനാർത്ഥിയില്ല. UDF പാനലിൽ ഇവരാണ് മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കൊടിയത്തൂർ പഞ്ചായത്ത്, ആ കൊടിയത്തൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിലും 1-ാം വാർഡിലും UDF-ൻ്റെ പ്രതിനിധികൾ വെൽഫെയർ പാർട്ടിക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. 15-ാം വാർഡിൽ മത്സരിക്കുന്ന കക്ഷി KC കുഞ്ഞോക്കു എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവിൻ്റെ, ആ പ്രദേശത്തെ സ്ഥാപക നേതാവിൻ്റെ മകനാണ്. ഇത് ആർക്കും അറിയുന്നതല്ലേ. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് 15-ാം വാർഡിൽ ആര് മത്സരിപ്പിക്കുന്നത്? ഈ UDF മത്സരിക്കുന്നത്. പോസ്റ്ററിൽ വരെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഒരു മടിയും ഇവർക്ക് കള്ളം പറയാനില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവർ പറയുന്നു, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊരു ബന്ധവുമില്ല. സാക്ഷാൽ തങ്ങൾ മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ, കോഡൂർ പഞ്ചായത്താണെന്ന് തോന്നുന്നു, സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇവിടെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ DCC പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് DCC ഭാരവാഹി KP ബാബു എന്ന് പറയുന്ന കക്ഷി കൈരളിയിൽ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു ധാരണയുമില്ല എന്ന്. എന്നാൽ ഈ ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല നീക്കുപോക്കുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ കാണേണ്ടത് ആയുധം നഷ്ടപ്പെട്ട UDF-ന് ജയിക്കാൻ മറ്റു മാർഗമില്ല. അവരെന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. കെട്ടുറപ്പില്ലാത്ത UDF, ഇവിടെ ഒരു സംഘടനാ സംവിധാനമില്ലാത്ത UDF, ആ UDF-നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, BJP ആണെങ്കിൽ BJP, ആരെ കൂട്ടിയാലും എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയുമായി മാത്രം നടക്കുകയാണ്. അധികാരം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന നിലക്കാണ് ഇവർ പോകുന്നത്. ഇതൊരു അപകടകരമായ ഒരു നീക്കമാണ്. അതാണ് സമസ്തയുടെ നേതൃത്വം ഉൾപ്പെടെ പരസ്യമായി അവരുടെ അഭിപ്രായം പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി RSS ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടിൽ അപകടകരമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഒരു മതത്തിൻ്റെ പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് വൈകാരികമായി ആളുകളെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അവരെ വല്ലാത്ത രീതിയിലേക്ക് ഇടപെടിപ്പിക്കുന്നതിനൊക്കെ പ്രേരണ നൽകുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അവർ ഒരു രാഷ്ട്രീയ രൂപത്തിൽ കടന്നു വന്ന് നമുക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ, മനുഷ്യർക്കിടയിൽ, ഈ ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക്
ഇവരുടെ പണവും ഇവരുടെ മീഡിയ സംവിധാനവും എല്ലാം ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ അങ്ങ് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു വല്ലാത്ത ഒരു മായാവലയത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പെട്ടുപോകുന്നു. ഇവരെ കൂട്ടിയാലെങ്കിലും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടാകുന്നു. അതിനെ തിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ കൂടെ എല്ലാ കാലത്തും നിൽക്കുന്ന സമസ്ത സുന്നി തന്നെ ആധികാരികമായിട്ട് പരസ്യമായി ഉറപ്പിച്ചു പറയുന്നത്. എന്താണ് ഇതിൽ UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതികരണം എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ശരി വസീഫ്.